പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാമാന്യ മര്യാദ പാലിച്ചില്ല എന്ന് മന്ത്രി വി.എൻ. വാസവൻ. മുഖ്യമന്ത്രിക്ക് നേരെ മുഖം തിരിച്ചത് ഗവർണർ പദവിക്ക് യോജിച്ചതല്ല എന്ന് വിമർശനം. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുമെന്ന് തുറമുഖ വകുപ്പിന്റെ കൂടി ചുമതല ലഭിച്ച മന്ത്രി പറഞ്ഞു. യു.ഡി.എഫിന് പക്വതയുള്ള നേതൃത്വമില്ല എന്നും വി.എൻ. വാസവൻ കുറ്റപ്പെടുത്തി. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ ഉൾപ്പെടെ ഈ ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്ത് പോലും നോക്കാത്ത ഒരു നില ഇത്തരത്തിൽ നമ്മുടെ ഒരു കേരളത്തിൽ ഇങ്ങനെ നടക്കേണ്ട ഒരു കാര്യമാണോ? രാജ്ഭവനിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഗവർണറുടെ ആസ്ഥാനത്ത് ഗവർണറാണ് അതിൻ്റെ തലവനായും ആതിഥേയനായും അവിടെ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ശിഷ്ടാദികളും ഒക്കെ വരുമ്പോൾ ആ ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടത് ഗവർണറാണ്. ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണറുടെ പുറകെ മുഖ്യമന്ത്രി കയറി ചെല്ലുമ്പോൾ മിനിമം ഒന്ന് വിഷയെങ്കിലും ചെയ്യണ്ടേ, പരസ്പരം ഒരു ഹസ്തദാനം നടക്കണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംസാരിക്കാൻ മുഖം ഒന്ന് തിരിഞ്ഞു കൊടുക്കണ്ടേ. അതിന് പകരം സ്ഥലത്തോട്ട് പോലും നോക്കാതെ അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ സമീപനവും വാസ്തവത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് യോജിച്ചതായിരിക്കാം, പക്ഷേ ഗവർണർക്ക് യോജിച്ചതല്ല. അതാണ് പ്രശ്നം. തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു കാര്യം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആശങ്കയാണ്. അത് ആദ്യഘട്ടം മുതൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിദഗ്ധ സമിതി അടക്കം റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ, അവരുടെ ആവശ്യങ്ങൾ അത് എങ്ങനെയായിരിക്കും പരിഗണിക്കുക? നിലവിൽ അവർ ഉന്നയിച്ചിരുന്നത് 7 കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഒരു സമരം വന്നിരുന്നത്. അതിൽ 6 കാര്യങ്ങളും ഗവൺമെൻറ് പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാൻ ധാരണയായിരുന്നു. 7ാമത്തെ കാര്യം തുറമുഖം വേണ്ട എന്നുള്ളത്, അത് മാത്രം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് നടന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മറ്റൊരാശങ്കയുടെ അടിസ്ഥാനമില്ല. എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അവരോട് സംസാരിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടും മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും പ്രതിപക്ഷം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. കാരണം പൂർണ്ണമായും സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ പരിപാടികളെ ബഹിഷ്കരിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പുനഃസംഘടനയും വിമർശിച്ച് രംഗത്ത് വരുന്നു. ഇതിനെ പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു സമീപനത്തെ എങ്ങനെയാണ്? അവരെത്ര കണ്ട് ബഹിഷ്കരണം പറഞ്ഞു അത്ര കണ്ട് ആവേശപൂർവ്വം ജനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെടുക്കുന്ന ഒരു സ്ഥിതി. യഥാർത്ഥത്തിൽ ജനങ്ങൾ അവരെ ബഹിഷ്കരിക്കുന്ന സാഹചര്യം വന്നു. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തിച്ചേരുമ്പോൾ UDF-ൽ എത്രയോ നേതാക്കന്മാർ, ഉന്നതന്മാരായ ആളുകൾ ഉൾപ്പെടെ ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ അവരോട് വന്ന് അധ്യക്ഷത വഹിച്ച് അവർക്ക് പറയാനുള്ള ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളോട് പറയരുതോ? അവർക്ക് ക്രിയാത്മക നിർദ്ദേശം വെക്കാം, സൃഷ്ടിപരമായ വിമർശനം ഉയർത്താം. ഗവൺമെൻറ് പറയാനുള്ള ഗവൺമെൻറ് പറയും. യഥാർത്ഥത്തിൽ അവസരം അത് മുതലാക്കിയല്ല വേണ്ടിയിരുന്നത്. അവർ യഥാർത്ഥത്തിൽ ഒരു പക്വതയില്ലാത്ത ലീഡർഷിപ്പിൻ്റെ അഭാവമാണ് ഇന്ന് UDF അഭിമുഖീകരിക്കുന്ന, കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. പുതിയ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കി. കനത്ത മൂടൽമഞ്ഞിനെ അതിജീവിച്ചാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. രാവിലെ 10:45 അയോധ്യയിലെത്തുന്ന പ്രധാനമന്ത്രി 11:15 പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും 12:15 പുതിയ വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യും. നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം. 2 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. നവീകരിച്ച 4 റോഡുകളും ഉദ്ഘാടനം ചെയ്യും. ജനുവരി 22-നാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.